പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ച ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കാകി സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം നീതിമാന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവം. സങ്കീർത്തനം 34:17-18 വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് അവന്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപപരിഹാരം പ്രാപിച്ചവർ ദൈവസന്നിധിയിൽ കരയുമ്പോൾ ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ്. ഒരിക്കലും അവന്റെ കണ്ണുനീര് കണ്ട് അവിടെ കണ്ണുനീര് കണ്ട് ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം കണ്ണുനീര് കണ്ട് മടങ്ങിപ്പോകുന്ന ദൈവമല്ല. അതായത് ഈ വചനത്തിനകത്ത് അനേകർ കണ്ണുനീരൊഴുക്കിയ വിവരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെശയ്യാവ് 38-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാകുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ കാലത്ത് ഹിസ്കിയാവിന്റെ മകനായ യെശയ്യാവ്, നമ്മുടെ ഹിസ്കിയാവിന് മരിക്കത്തക്കതായ രോഗം വന്നു. അവൻ വളരെയധികം കഷ്ടപ്പെട്ടു. ആ സമയത്ത് യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കിയാവിന്റെ അടുത്ത് പ്രവചിച്ചു പറഞ്ഞതാണ്, ദൈവം പറഞ്ഞിരിക്കുന്നു നീ മരിച്ചു പോകുമെന്ന്. ആ സമയത്ത് അപ്പോൾ ഹിസ്കിയാവ് മുഖം എന്ത് ചെയ്തെന്നറിയവോ, ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ചുവരിനോട് ആരും കാണാത്ത വിധത്തിൽ ചുവരിനോട് മുഖം തിരിച്ച് അവൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് പറയുന്ന കാര്യമാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവേ പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നുവെന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്നും ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് അങ്ങനെ പറഞ്ഞ് കരഞ്ഞു, ഭയങ്കരത്തിൽ കരഞ്ഞ ഉടനെ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുവെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയ മക്കളെ, ഹിസ്കിയാവിന് ഭയങ്കര രോഗം വന്നു. ആ സമയത്ത് യെശയ്യാ പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ മരിച്ചു പോകുമെന്ന്. ആ സമയത്ത് ഹിസ്കിയാവ് ഭയങ്കരത്തിൽ കണ്ണുനീരൊഴുക്കി അവന്റെ മനസ്സിലിരുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുകയാണ്. ദൈവത്തോട് പറഞ്ഞ് ചുവരോട് മുഖം ചേർത്ത്, ആരും കാണണ്ട അവൻ കരയുന്നത്, ചുവരോട് മുഖം ചേർത്ത് അവൻ പിടിച്ച് കരഞ്ഞ സമയത്ത് ദൈവം അവന്റെ കണ്ണുനീർ കണ്ടിട്ട്
യെശയ്യാവിനോട് പറഞ്ഞു വിട്ടു, ഞാൻ 15 വർഷക്കാലം ആയുസ്, ദീർഘായുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നുവെന്ന്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് കഷ്ടം വന്നാലും, എന്ത് നോവ് വന്നാലും, എന്താ രോഗമായിരുന്നാലും, നീ ആ കിടക്കയിൽ കിടന്ന് ദൈവത്തോട് കരഞ്ഞു നോക്കെ. കരഞ്ഞ് നീ കരയണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദൈവത്തിൻ്റെ വചനം എന്നിലും നമ്മൾ ദൈവത്തിലും വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ദൈവം നിന്റെ കണ്ണുനീര് കാണത്തുള്ളൂ. നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് നിന്റെ ദൈവത്തിൻ്റെ രക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കരഞ്ഞു പറയുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയും ചെയ്യത്തുള്ളൂ. നീ അങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ, ഇല്ല എങ്കിൽ തന്നെയും നിന്റെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നിൽ இந்த പാപങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്നു മുതൽ നിന്റെ മകനായി ജീവിക്കും, നിന്റെ മകളായി ഞാൻ ജീവിക്കും. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എനിക്ക് രോഗസൗഖ്യം തരണമേ. എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ സാക്ഷ്യം എല്ലാവരോടും പറയും. ഞാൻ TV പ്രോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീട് തോറും നടന്ന് ദൈവമേ നിന്നെക്കുറിച്ച് ഞാൻ പറയും. ആ ധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്താൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഹസ്ബൻഡിന് ന്യൂമോണിയ കൊണ്ട് ബാധിച്ച്, ന്യൂമോണിയ കൂടി ഭയങ്കര സീരിയസ് ആയിട്ട് ഡൗണിങ്ങര SS ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടെ ICUവിൽ 7-8 ദിവസം കിടന്നിട്ടും യാതൊരു കുറവുമില്ല. പിച്ചും പേയും പറയുകയും ഭയങ്കര കൂടുതലായി. ഞാൻ മുട്ടുമേ നിന്ന് അലമുറയിട്ട് ഭയങ്കരത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. എവിടെ? മണിപ്പാൽ ആശുപത്രിയിൽ. മണിപ്പാൽ ആശുപത്രിയിലെ ഡോക്ടറിന് ഫോൺ ചെയ്ത്, ഡോക്ടറെ ഇങ്ങനെ സീരിയസ് ആണ്, അവിടുന്ന് ആംബുലൻസ് അയച്ചു തരാൻ പറഞ്ഞു. അവരവിടുന്ന് ആംബുലൻസ് അയച്ചു വന്നു. ഇവിടുന്ന് ആംബുലൻസെ കയറ്റി, മരിച്ചു പോകുന്ന രംഗമായിരുന്നു, കയറ്റി ആശുപത്രി കൊണ്ടുപോയി. ആ ആംബുലൻസെ കയറ്റുന്ന സമയത്ത് ഞാൻ നെഞ്ചത്തടിച്ചാണ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചത്. കർത്താവേ, നീ എല്ലാം അറിയുന്നു, നീ എല്ലാം കാണുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ 2 പെൺപിള്ളേരുണ്ട്. അവർക്ക് പഠിത്തം പോലും തീർന്നിട്ടില്ല. ഭയങ്കര ഒരുത്തരുടെ കൈ കൊടുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ ദൈവസന്നിധിയിൽ അലമുറയിട്ട് കരഞ്ഞ് അന്ന് മുതൽ തീരുമാനമെടുത്തു, ഞങ്ങൾ TV പ്രോഗ്രാം ചെയ്തോളാം. ഞങ്ങൾക്ക് ഒരുത്തരുടെ ലോകമെല്ലാം നടന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് TV പ്രോഗ്രാം ചെയ്തോളാമെന്ന് തീരുമാനിച്ച് 4 ചാനലിലെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ദൈവം എല്ലാവിധത്തിലും അവരെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ അവരെ കന്നഡ 2 ചാനലിൽ കൊടുക്കുന്നു. ഞാനൊരു മലയാളവും ഒരു കന്നഡയും 2 ചാനലിൽ കൊടുക്കുന്നു. അങ്ങനെ 4 ചാനലിൽ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് അന്ന് തൊട്ട് 15 വർഷത്തിന് മുമ്പ് തൊട്ട്. ദൈവം എത്ര വലിയവനാണ്. ഹിസ്കിയാവ് കരഞ്ഞപ്പോൾ ഹിസ്കിയാവിൻ്റെ കണ്ണുനീര് കണ്ട് ഹിസ്കിയാവിന് 15 വർഷം ദീർഘായുസ് നീട്ടിക്കൊടുത്തു. പ്രിയ മക്കളെ, അതുപോലെ കരഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യം. മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്ന ഇടത്തെ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങിയ ഉടനെ യേശു സൈഡിൽ നിൽപ്പുണ്ട്. അവൾക്ക് അറിയത്തില്ലായിരുന്നു യേശുവാണെന്ന്. അവള് നേരം വെളുത്തില്ല, അതിനു മുമ്പേ ആണ് ആ കല്ലറയ്ക്കലേക്ക് ഓടിപ്പോയത്. അവൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് ഓർത്ത് നോക്കിക്കേ.
അവൾ അങ്ങനെ ഓടിപ്പോയ സമയത്ത് ഓടിച്ചെല്ലുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല. ഉടനെ ഒരു മനുഷ്യൻ നിൽക്കുന്ന കണ്ട ഉടനെ അവൾ അവനോട് പറയുന്നു, തോട്ടക്കാരനാന്ന് നിരൂപിച്ച് അവൾ പറയാണ്, എൻ്റെ യജമാനനെ എൻ്റെ യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയി എവിടെ ഇട്ടു? അവൻ കാണിച്ചതാ, ഞാൻ എടുത്തോണ്ട് പൊയ്ക്കോളാം. ഓ, അവിടെ ധൈര്യം നോക്കിയേ, അവൾ എടുത്തോണ്ട് പൊയ്ക്കോളാമെന്ന് യേശുവിൻ്റെ ശരീരം. ഉടനെ അവിടെ കണ്ണുനീർ കണ്ട് യേശു ക്രിസ്തു മറിയേ മറിയേ എന്ന് വിളിച്ചു. ഉടനെ അവള് റബുനി, അതായത് ഗുരുവേ, എത്ര എന്നെ തൊടരുത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, അവിടെ സ്നേഹം കണ്ടു. അവള് നേരം വെളുത്തില്ല, അതിനു മുമ്പേ ഫസ്റ്റ് ദൈവം യേശു ക്രിസ്തു പ്രത്യക്ഷമായത് മറിയക്കാണ്. അവള് നേരം വെളുക്കുന്നതിന് മുമ്പേ ഓടി കല്ലറയ്ക്കൽ ചെല്ലുകയാണ്. ചെന്ന് എന്നിട്ട് ഓടി വന്ന് ശിഷ്യന്മാരോടെല്ലാം പറയുകയാണ്. അവരെല്ലാം ഓടി വന്ന് നോക്കിയപ്പോൾ ശരിയാ, തുണിയെല്ലാം മടക്കി വെച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല. യേശു നേരത്തെ ഇവരോട് പറഞ്ഞതാണ്, പക്ഷേ ഇവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതായിപ്പോയി. ഞാൻ എഴുന്നേറ്റു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാവരോട് പറഞ്ഞതാണ്. അവർക്ക് അവരുടെ ആത്മീയ കണ്ണെല്ലാം ആ സമയത്ത് അടഞ്ഞുപോയി. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ താണിരിക്കുകയും ചെയ്താൽ ദൈവം നമുക്കും പ്രത്യക്ഷമാകും. ദൈവം നമ്മളോട് സംസാരിക്കും, ദർശനങ്ങളും വെളിപ്പാടുകളും തരും. നമ്മളും അങ്ങനെ ജീവിക്കണം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 33-34 വാക്യം നമുക്ക് നോക്കാം. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചു. അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. അവിടെ മാർത്തയും മറിയയും ലാസറും 3 പേര് അവരുടെ വീട്ടില് യേശു ക്രിസ്തു മിക്കപ്പോഴും ചെല്ലുമായിരുന്നു. കാരണം ആ മറിയ യേശുവിൻ്റെ കാൽക്കൽ തൈലം പൂശി, തലയിൽ തൈലം പൂശി, അവിടെ മുടി കൊണ്ട് കാല് തുടച്ച് കണ്ണുനീർ കൊണ്ട് കാല് കഴുകിയ വ്യക്തിയാണ് അവള് അത്രമാത്രം ആ കുടുംബം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശു ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. യേശു ചെന്നാൽ എൻ്റെ യേശുവിന് എന്ത് കൊടുക്കണമെന്നുള്ള തിടുക്കത്തോടുകൂടെ മാർത്ത നല്ല നല്ല ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. അതേസമയം മറിയ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുമായിരുന്നു. ലാസർ പുറകിലത്തെ വാതിലിൽ കൂടെ ഇറങ്ങിപ്പോകും. എന്നാലും ഈ സ്ത്രീകളോട് 2 പേരോടുള്ള സ്നേഹം കൊണ്ട് ലാസറിനോടും നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലാസർ എന്തോ രോഗം വന്ന് മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പേ യേശുവിനോട് ചെന്ന് പറഞ്ഞു, ഇതുപോലെ ലാസറിന് അസുഖം കൂടുതലായി കിടക്കുന്നു, നീ വന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. യേശു ചെവി പോലും കൊടുത്തില്ല, അവിടെ തന്നെ താമസിച്ചു. മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 4-ാമത്തെ ദിവസം യേശു ഇവിടേക്ക് വരികയാണ്. വന്ന ഉടനെ യേശുവിനെ കണ്ട ഉടനെ മാർത്ത ഓടി വന്ന് യേശുവിനെ കണ്ട ഉടനെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നുവെന്ന് അവൾ പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു. ഉടനെ അവൾ ഓടിപ്പോയി മറിയയോട് ചെവിയിൽ മന്ത്രിച്ചു, യേശു വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ എഴുന്നേറ്റ് ഓടി വരികയാണ്. ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. അവളോടുകൂടെ വന്ന ഉടനെ യഹൂദന്മാർ ഓർത്തു, ഇവള് കല്ലറയ്ക്കൽ കരയാൻ പോവുകയാണെന്ന് ഓർത്തു. അവരും എഴുന്നേറ്റ് വന്നു. യഹൂദന്മാരും കരയുന്നു, ഈ മറിയയും കരയുന്നു. എല്ലാവരുടെയും കരച്ചിൽ കണ്ടപ്പോൾ യേശുവും കരഞ്ഞു. അവരോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന് നോക്കിയേ. യേശുവും കരഞ്ഞിട്ട് അവനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു.
അങ്ങനെ കല്ലറയ്ക്കൽ കൊണ്ടുപോയി കാണിച്ച ഉടനെ കല്ലറയുടെ മേളിൽ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ല് മാറ്റാൻ പറഞ്ഞു. ഇത് യേശു ക്രിസ്തു വിചാരിച്ചിരുന്നില്ല ആ കല്ല് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. മാറ്റാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം മക്കളെ. നമ്മളെ കൊണ്ട് തന്നെ ആ കല്ല് മാറ്റിപ്പിച്ചു. ആ കല്ല് മാറ്റിപ്പിച്ചു കഴിഞ്ഞ ഉടനെ മാർത്തല എന്നാ പറയുന്നേ, നാറ്റം വെച്ചു. ഉടനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ലാസറേ എഴുന്നേറ്റ് വാ, അങ്ങനെ പറഞ്ഞ ഉടനെ ലാസർ അങ്ങനെ എഴുന്നേറ്റ് വന്നു. ഓ, ആ വചനത്തിന്റെ ശക്തി, ആ വാക്കിന്റെ ശക്തി എത്ര വലിയ ശക്തിയാണെന്ന് നോക്കിയേ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉടനെ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടായി. അതുപോലെ ലാസറേ എഴുന്നേറ്റ് വന്ന് പറഞ്ഞ ഉടനെ ലാസർ എഴുന്നേറ്റ് വന്നു. അവൻ്റെ തുണികളെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. എല്ലാം അഴിച്ചു മാറ്റി അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പോയി. പ്രിയ മക്കളെ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരു എജ്ജ പോലും മുമ്പോട്ട് പോകത്തില്ല. ഞാൻ വളരെ അനുഭവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങളിൽ അനുഭവസ്ഥയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നീ രോഗിയായി കിടക്കുകയായിരിക്കും, അല്ലെ നീ ആശുപത്രിയിലായിരിക്കും, അല്ലെ നീ വീട്ടിൽ കിടക്കുകയായിരിക്കും. നീ കരഞ്ഞ് നിന്റെ ആവശ്യഭാരങ്ങൾ ദൈവത്തോട് പറ. അയൽപക്കംകാരോടൊന്നും പറയരുത്, സ്നേഹിതരോടൊന്നും പറയരുത്, ആരോടും പറയരുത്. നീ മുട്ടേ നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേ നിന്ന് കരഞ്ഞു പ്രാർത്ഥിര്. ഇല്ല എങ്കിൽ നിന്റെ കട്ടിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിര്, അല്ലെ കസേര ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിര്. ദൈവം കണ്ണുനീരിന് മറികടക്കുന്ന ദൈവമല്ല. നീ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. അതുപോലെ തന്നെ ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യം. 2 കുരുടന്മാർ അവർ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവര് ഭയങ്കര സൗണ്ടും ഒച്ചയും കേട്ടപ്പോൾ അവിടെ എന്നവാ ഒച്ച കേൾക്കുന്നത്, എന്തവാ എന്ന് ചോദിച്ചു കാണും. അവർ ചോദിച്ചപ്പോൾ ആരെങ്കിലും അവരോട് പറഞ്ഞു കാണും, യേശുവും ശിഷ്യന്മാരും ജനങ്ങളും വരികയാണെന്ന്. ഉടനെ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് അലമുറയിട്ട് കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. യേശുവേ, ദാവീദ് കുമാരനെ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കരയാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം ചുമ്മാ ഇരിക്കാൻ പിന്നെയും അവര് സൗണ്ട് ഉണ്ടാക്കി ഭയങ്കര ശക്തിയോടെ, യേശുവേ ദാവീദ് കുമാരനെ, എന്നോട് കരുണ ഉണ്ടാകണമേ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. കരഞ്ഞ ഉടനെ യേശു അവിടെ നിന്നു അവരെ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് കണ്ണ് കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, കുരുടന്മാർ കരഞ്ഞപ്പോൾ അവരുടെ കണ്ണ് എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. ആ ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ പെനിന എന്നും ഹന്ന എന്നും പേരെഴുതും. ഹന്നായ്ക്ക് മക്കളില്ല, അവിടെ ഗർഭപാത്രത്തെ അടച്ചു കളഞ്ഞു. പെനീനയ്ക്ക് മക്കളുണ്ട്. അവള് എപ്പോഴും ഇവളെ ഒരുമാതിരി കണ്ണോട് നോക്കുകയും ഒരുമാതിരി മക്കളില്ലാത്തവരെ മച്ചി എന്ന് വിളിക്കുകയും അങ്ങനെ ഒരുമാതിരി അവളെ അങ്ങ് ഭയങ്കരത്തിൽ നോവ് കൊടുത്തോണ്ടേയിരുന്നു. അങ്ങനെ നോവ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ വളരെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വേദനയായി. എനിക്ക് മക്കളില്ലല്ലോ. അവൾ അങ്ങനെ പോയി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പോയിരുന്ന് ഒരു ചർച്ചിൽ പോയിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈ ചിറി മാത്രമേ അനങ്ങുന്നുള്ളായിരുന്നു. അവിടെ ദുഃഖങ്ങൾ അവള് ദൈവത്തോട് പറയുമായിരുന്നു. ആ സമയത്ത് ഏലി പുരോഹിതൻ അങ്ങോട്ട് വന്നിട്ട്, ഓ, ഇന്നലെ നീ കുടിച്ച അമ്മല് ഇതുവരെ നിന്നിൽ നിന്നും ഇറങ്ങിയില്ലയോ എന്ന് ചോദിച്ചു. ഉടനെ യജമാനനെ, ഞാന് അമ്മലൊന്നും കുടിച്ചിട്ടില്ല,
ഞാൻ നീച സ്ത്രീ അല്ല. ഞാൻ എൻ്റെ ആവലാതി, എൻ്റെ ദുഃഖം എൻ്റെ ദൈവത്തോട് പറയുകയാണ് എന്നും പറഞ്ഞവള് കരഞ്ഞു പ്രാർത്ഥിച്ച ഉടനെ ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു മകനെ ദൈവം തരും, നിന്റെ കണ്ണുനീര് ദൈവം കണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ, അതുപോലെ അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി മുഖം കഴുകി ആഹാരമെല്ലാം കഴിച്ചു. ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ അവൾക്ക് ഒരു സന്തതി ജനിച്ചു. ഞാൻ ചോദിച്ചു മേടിച്ചവൻ എന്നും പറഞ്ഞ് ശമൂവേൽ എന്ന് പേരിട്ടു. ശമൂവേലിന്റെ വാക്കിനുള്ള അർത്ഥമാണ് ഞാൻ ചോദിച്ചു മേടിച്ചവെന്ന്. അങ്ങനെ ആ ശമൂവേല് അവിടെ പാലുകുടിയെല്ലാം വിട്ട് കഴിഞ്ഞ ഉടനെ ശമൂവേലിനെ കൊണ്ടുപോയി ഈ ഏലി പുരോഹിതന്റെ അടുത്തുകൊണ്ട് ആക്കുകയാണ്. പ്രിയ മക്കളെ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ച് നീ വേദനപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ഗർഭപാത്രത്തെ ദൈവം അടച്ചിരിക്കുകയായിരിക്കാം. നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിയില്. നിന്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലമായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രോബ്ലമായിരിക്കാം. എന്തായിരുന്നാലും ദൈവം അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മുടെ ഗർഭപാത്രത്തെ ശുദ്ധി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഗോളാടി കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, നിനക്കും ദൈവം സന്തതിയെ തരും. മക്കളെ, ഹന്നായിക്ക് മാത്രമല്ല സന്തതിയെ കൊടുക്കുന്നത്, നമുക്കും തരും. നമുക്കെല്ലാവർക്കും, ഏത് വ്യക്തിക്ക് മക്കളില്ലയോ അവർ ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് ഗോളാടി പ്രാർത്ഥിക്കണം. ആ സമയത്ത് ദൈവം നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നെന്നാണ് പറയുന്നത്. നീതിമാന്മാർ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം ഒരിക്കലും പുറകോട്ട് പോകുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല, അവിടെ നിൽക്കും. മകളെ, നീ എന്തിനു കരയുന്നു? മകനെ, നീ എന്തിനു കരയുന്നു? നീ പറയണം, വാ വിളിച്ച് പറയണം. ആ കുരുടന്മാർക്ക് കണ്ണില്ല എന്നുള്ള ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചത്. ആ സമയത്ത് എനിക്ക് കണ്ണ് കാണണം, എനിക്ക് കണ്ണ് വേണം. പ്രിയ മക്കളെ, നമ്മുടെ വാ കൊണ്ട് ദൈവസന്നിധിയിൽ പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ കരയണം. കരയുമ്പോൾ ദൈവം എല്ലാ വിധത്തിലും നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ നീതിമാന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ നീതിവന്തളാണോ? നീ നീതിവന്തനാണോ? യേശുവിനെ രക്തതല്ലി കഴുകപ്പെട്ട ഒരു വ്യക്തിയാണോ? യേശുവിനെ നീ സ്വന്തം പള്ളി പോയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നീ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. യേശുവിന് വേണ്ടി യേശുവിനെ നീ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നീ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെ നീ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നീ എന്ത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഉത്തരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഈ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഇവിടുന്നൊരു 10-60 കിലോമീറ്റർ ദൂരത്തിൽ നിന്നാണ് എനിക്ക് ഫോൺ വന്നു. ആൻറ്റി, എൻ്റെ മകൻ്റെ കണ്ണ് നിമിഷവളക കാണുന്നില്ല, ഇടത്തെ കണ്ണ് കാണുന്നില്ല. അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. അവന് ഒരു 10 വർഷത്തിന് മുമ്പ് ഭയങ്കര ആക്സിഡൻ്റ് ആക്കി അവൻ്റെ തലയെല്ലാം പൊട്ടിക്കീറിപ്പോയി. അവൻ ജീവിക്കത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവനെ പിടിച്ചു മേടിച്ചതാണ്. അങ്ങനെ അവൻ നല്ലതായി. അവരിവിടെ നിന്നും ഒരുപാട് ദൂരത്തിൽ പോയി സ്ഥലം മേടിച്ച് അവിടെ താമസിക്കുന്നു. അവൻ്റെ പേര് അബ്രഹാം എന്നാണ്. അവൻ ഇന്ന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, 7ലോ 6ലോ പഠിക്കുന്ന സമയത്താണ് അവൻ ഇതുപോലെ ആക്സിഡൻ്റ് ആയത്.
അവൻ്റെ കണ്ണൊട്ടും കാണുന്നില്ല ആൻറ്റി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ ഫോൺ ചെയ്തു. അവൻ്റെ കൈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അവൻ്റെ കൈ ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു കണ്ണെ നിൻ്റെ കൈ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കണ്ണിന് ഭയങ്കര വേദനയുമാണെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. വേദന പോയല്ലോ അബ്രാമേ എന്ന് പറഞ്ഞു. യോ പോയി ആൻറ്റി, വേദന പോയെന്ന് പറഞ്ഞു. കണ്ണ് കാണുന്നോ നോക്കാൻ പറഞ്ഞു. ആ കണ്ണ് കാണുന്നുണ്ട്, ഇപ്പം ഇച്ചിരി മങ്ങലുണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പറയുന്നു, ഒരു ശകലം മങ്ങലുണ്ട്, കണ്ണിപ്പം നല്ലപോലെ കാണുന്നുണ്ട്. അവൻ്റെ അമ്മ കൈവിരലെല്ലാം കാണിച്ച് എണ്ണിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു. ആൻറ്റി കണ്ണ് കാണുന്നു, നാളെ വീണ്ടും ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്ന ഒരു മുട്ടുകുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്ര. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പ നീ അനുഗ്രഹിക്കണമേ. ഒരിക്കലും നച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ കർത്താവേ, കർത്താവേ, വെള്ളപ്പൊക്കം മുഖാന്തരം ഒരു ദേശം മുഴുവൻ നശിച്ചല്ലപ്പ കർത്താവേ. ജനങ്ങൾ എത്രയോ പേര് മരിച്ചു പോയിരിക്കുന്നപ്പ, എത്രയോ പേര് ആശുപത്രിയിൽ കഴിയുന്നപ്പ. ദൈവമേ നീ കാണുന്നുണ്ടല്ലപ്പ. ദൈവമേ നീ പ്രവർത്തിക്കണമേ. ശാന്തി സമാധാനം കൊടുക്കണമേ. നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ കർത്താവേ. അപ്പച്ചാ യേശുവേ നിനക്ക് സ്തോത്രപ്പ കർത്താവേ. കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ കർത്താവെ, ഏതെല്ലാം രോഗങ്ങളാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ നീ അവരോട് ഇടപെടണമേ. സത്യദൈവത്തെ കാണുവാൻ, ജീവിക്കുന്ന ദൈവത്തെ കാണുവാൻ നീ ഇടയാക്കണമേ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പച്ചാ കാലുവേദന, കൈവേദന, പുറത്ത് വേദന, വയറ്റ് വേദന, തലവേദന, ആർക്കെന്ത് വേദനയുണ്ടെങ്കിലും നീ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ ചാപകളെ, ഞങ്ങളുടെ രോഗങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചല്ലപ്പ. നിന്റെ അടിപ്പിടരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നപ്പ. നിന്റെ അടിപ്പിടരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. ഇപ്പോൾ തന്നെ കർത്താവേ നീ തൊടണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. പെരവണി പൂർത്തിയാക്കാത്തവരുടെ പെരവണി പൂർത്തിയാക്കി കൊടുക്കണമേ കർത്താവേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. ക്രിസ്ത വിരോധികൾ മേലെ നീ സംസാരിക്കണമേ കർത്താവെ. അവരെ നീ തൊടണമേ. യേശു ജീവിക്കുന്ന ദൈവമെന്ന് അവരറിയുവാൻ നീ ഇടയാക്കണമേ അപ്പ. അവരോട് നീ ഇടപെടണമേ അപ്പ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. യേശപ്പച്ചാ നിനക്ക് സ്തോത്രം. അപ്പച്ചാ നിനക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെയും ഞങ്ങളുടെ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.